ജനുവരി 22 അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വീടുകളിലും ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിഷ്ഠാദിനത്തിനായി ലോകം കാത്തിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസനവും പാരമ്പര്യവുമാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. അയോധ്യയിലെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മോദി. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ അയോധ്യ വലിയ ഊർജ്ജമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വീടുകളിലും ആഘോഷിക്കണമെന്ന് മോദി പറഞ്ഞു. രാജ്യത്തെ 140 കോടി ജനങ്ങളും വീടുകളിൽ ശ്രീരാമ ജ്യോതി തെളിയിച്ച് ആഘോഷിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 22 जनवरी को जब अयोध्या में प्रभु राम विराजमान हो, अपने घरों में भी श्री राम ज्योति जलाएं, दीपावली मनाएं। 22 जनवरी की शाम पूरे हिंदुस्तान में जगमग जगमग होनी चाहिए. ജനുവരി 22-ന് അയോധ്യയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ വരുമെന്നും 23-ന് ശേഷം എല്ലാവർക്കും അയോധ്യയിൽ വരാമെന്നും അയോധ്യ നഗരത്തെ ശുചിത്വ നഗരമാക്കേണ്ട ചുമതല ജനങ്ങളുടേതാണെന്നും മോദി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നടപ്പിലാക്കുമെന്ന് പറയുന്നതെല്ലാം ഉറപ്പ് നൽകുന്നുവെന്നും അയോധ്യ നഗരിയും ആ ഉറപ്പിന് സാക്ഷിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തീർത്ഥാടനങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മോദി കേരളത്തിലെ ശബരിമല യാത്രയും നാലമ്പല ദർശനവും പരാമർശിച്ചു. അയോധ്യയിലെ വികസന പദ്ധതികൾ തീർത്ഥാടകർക്ക് സഹായകരമാകുമെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഉജ്ജ്വല യോജനയുടെ ഗുണഫലങ്ങൾ എടുത്തു പറഞ്ഞ മോദി വന്ദേ ഭാരതിനും നമോ ഭാരതിനും ശേഷം അമൃത് ഭാരതും രാജ്യത്തിന് ലഭിച്ചുവെന്നും അമൃത് ഭാരത് സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമെന്നും കൂട്ടിച്ചേർത്തു. അയോധ്യയുടെ അടിസ്ഥാന സൗകര്യ വികസനമടക്കം എടുത്തു പറഞ്ഞ മോദി രാംലല്ല ടെന്റിൽ കഴിഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടുകയും ഇന്ന് രാംലല്ലയ്ക്കൊപ്പം 4 കോടി സാധാരണക്കാർക്കും വീടായി എന്ന് എടുത്തു പറയുകയും ചെയ്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.